നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അഴിയെണ്ണുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി നൽകുകയാണ് കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച അഭിഭാഷകരുടെ പേടി സ്വപ്നവും അഭിഭാഷകർക്കിടയിൽ വില്ലനുമായ അഡ്വക്കേറ്റ് BA ആളൂർ. നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാൻ ഇനി നാളുകൾ ബാക്കിയാകവെയാണ് ആളൂരിന്റെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. കേസിൽ നടൻ ദിലീപ് ശിക്ഷിക്കപ്പെടാം എന്നും ചിലപ്പോൾ കുറ്റവിമുക്തനാകാമെന്നും ആളൂർ പറയുകയാണ്. കേസിൽ നിന്നും ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരുമെന്നൊക്കെയാണ് ദിലീപിനെ അനുകൂലിക്കുന്നവർ ഇപ്പോഴും ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കുമെന്നില്ല. ദിലീപ് രക്ഷപ്പെട്ടു പോകുമെന്ന് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ഇരയ്ക്ക് നീതി കിട്ടണമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആളൂരിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദിലീപ് രക്ഷപ്പെട്ടു പോകുമെന്ന് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ഇരയ്ക്ക് നീതി കിട്ടണമല്ലോ. നടി ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് താൻ. പ്രതിഭാഗത്തോടൊപ്പമാണ് അപ്പോൾ താനുള്ളത് എന്നുവെച്ച് പ്രതിഭാഗത്തെ എല്ലാ പ്രതികൾക്കും ഒപ്പമാണ് ഞാനെന്ന് പറയുന്നില്ല. അവർക്ക് വേണ്ടി അവരുടെ അഭിഭാഷകരുണ്ട്. അവർ നല്ല രീതിയിൽ കേസുകൾ അവതരിപ്പിക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ജനപ്രിയ നായകനെ രക്ഷിച്ചാൽ നിങ്ങൾ അഭിഭാഷകരെ കുറ്റം പറയും, ശിക്ഷിച്ചാൽ കോടതികളെ കുറ്റം പറയും. ഈ കേസിൽ എനിക്ക് പറയാനുള്ളത്, ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുകയും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രതിയെ വിടുകയും ചെയ്യും. ജനപ്രിയ നായകൻ ഏറ്റവും വലിയ അഭിഭാഷകനെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി നിയമ സംവിധാനത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നിയമ സംവിധാനത്തെ മാറ്റിമറിക്കുന്നത് കുറ്റങ്ങൾ ചെയ്തുകൊണ്ടല്ല, നിയമത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി പ്രോസിക്യൂഷൻ സംവിധാനം ശരിയല്ലെന്ന് കോടതിയെ ധരിപ്പിക്കാനാണ് എന്നാണ് ആളൂർ പറയുന്നത്. പ്രതിഫലത്തെക്കുറിച്ച് ആളൂർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പാവപ്പെട്ടയാൾ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ വാങ്ങുന്ന മിനിമം ഫീസ് അയാളോട് പറയും. അതിനയാൾ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ കേസ് വാദിക്കും. ഇനി വലിയൊരു കക്ഷിയാണ് വരുന്നതെങ്കിൽ ഞാൻ പറയും, നല്ല രീതിയിൽ നിങ്ങൾ പൈസ ചിലവാക്കിയാൽ നിങ്ങൾക്ക് കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന്. എന്നെ അന്വേഷിച്ചു വരുന്ന വ്യക്തികൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എൻ്റെ ഫീസ് എത്രയാണെന്ന്. അഡ്വക്കേറ്റ് ആളൂർ കൂടുതൽ ഫീസ് വാങ്ങി കേസ് നടത്തുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാമെന്നാണ് ആളൂർ പറയുന്നത്. എനിക്കെതിരായ വിമർശനങ്ങളൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ വിട്ടുകളയുന്ന ആളാണ് ഞാൻ. എന്നെ കുറ്റം പറയുന്നവരെ സല്യൂട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് കൂടുതൽ ഊർജം നൽകുന്നതാണ് ഞാൻ. ഇത്തരക്കാർക്ക് മറുപടി കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ വിവാഹം കഴിക്കാത്തതിന് കാരണം ഞാൻ എൻ്റെ ജോലിയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ആളാണ്. ജീവിതത്തിലേറെ പ്രാധാന്യം ജോലിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ജോലിക്ക് വിവാഹം ഒരു തടസ്സമാകരുത്. ഞാനിപ്പോൾ ലിവിങ് ടുഗദറാണ്. വിവാഹം നടന്നാൽ എൻ്റെ പാർട്ട്ണർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പൂർണ്ണമായും ബാധ്യസ്ഥനാകും. അതെൻ്റെ പ്രൊഫഷണലിസത്തെ ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് വിവാഹത്തെ മുൻനിർത്തി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തതെന്നായിരുന്നു ആളൂരിൻ്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.